നമ്മുടെ പരിസരത്തൊക്കെ കൂടി കിടക്കുന്ന ചപ്പ് ചവറ് അതുപോലെ തന്നെ ഉണങ്ങിയ ഇല അതൊക്കെ നമ്മുടെ ചെടികൾക്ക് വളമാക്കി കൊടുത്തു കഴിഞ്ഞാൽ പൊളിച്ചെടുക്കാം. പകുതി ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതാ ഒന്ന് ഡബിളാക്കി എടുക്കുക. അപ്പോൾ സ്ട്രോങ് കൂടി കിട്ടും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പാകത്തിനുള്ള ഹൈറ്റായിട്ട് വരും ചെയ്യും. നമ്മുടെ ഒരു വെള്ളക്കാന്താരി മുളകിൻ്റെ തയ്യാണ് കേട്ടോ. തയ്യൊന്നും പറയാൻ പറ്റില്ല, മരമായി മാറിയിട്ടുണ്ട്. ഇതാ നന്നായിട്ട് മുളക് കായ്ച്ചിട്ടുണ്ട് അല്ലേ ഇതേ രീതിയിൽ. അപ്പോൾ ഇത് വെക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ചെറിയൊരു കവറിലാണ് വെച്ചിട്ട് അരിയുടെ ചാക്കിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ തയ്യൊക്കെ വളർന്നു കണ്ടില്ലേ, വേരൊക്കെ ഇതാ അടിയിലേക്ക് പോയിട്ട് ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇനി ഒന്ന് കുറച്ചുകൂടി നല്ല വലിയ ഗ്രോ ബാഗിൽ എന്തെങ്കിലും ആക്കി കൊടുക്കണം. അപ്പോൾ മുളക് ചെടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏറി കഴിഞ്ഞാൽ 2 വർഷത്തൊക്കെ വളർച്ച ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ മുളക് വീണ്ടും അത് നശിച്ചു പോകും. അപ്പോൾ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് വലിയ ഡ്രമ്മോ കാര്യങ്ങളൊന്നും മേടിക്കേണ്ട. ഞാൻ ഒരു കിടിലൻ ഗ്രോ ബാഗ്, വലിയ ടൈപ്പ് വലിയ ചാക്കൊണ്ട് ഒരു കിടിലൻ ഗ്രോ ബാഗ് ഉണ്ടാക്കിയിട്ട് ഇതിനതിൽ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വലിയ ഗ്രോ ബാഗ് ആകുമ്പോൾ തന്നെ നമുക്ക് ഫുള്ളായിട്ട് മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ എടുത്ത് മാറ്റിയേക്കാനൊന്നും കഴിയില്ല. അപ്പോൾ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ചപ്പ് ചവറ് അതുപോലെ തന്നെ കരിയില, ചാണകപ്പൊടി, ചകിരിച്ചോറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയാണ് കാണിച്ചു തരാം. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് നല്ല സൈസ് ആക്കിയിട്ട് എടുക്കണം. നല്ല അടിഭാഗം നല്ല വിസ്തൃതിയിലുള്ള ഒരു ഗ്രോ ബാഗ് ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കൃഷി ചെയ്യുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടാതെ ഇഷ്ടപ്പെടാതെ ഒന്നും ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു തുടങ്ങാം. നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ വീഡിയോ എല്ലാവരിലും എത്തിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് കാര്യത്തിൽ കിടക്കാം. വാ, ഈ ചാക്കൊണ്ടാണ് നമ്മൾ വലിയ ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നത്. ഏകദേശം 50 അരി അതൊക്കെ വരുന്ന സൈസ് ചാക്കാണ്. അപ്പോൾ നമുക്കൊരു പൈസ മുടക്കില്ലാതെ നമ്മൾ വീട്ടിൽ അരി മേടിക്കണം എന്തെങ്കിലുമൊക്കെ ചാക്കുണ്ടെങ്കിൽ ഇതേപോലെ വലിയ ഗ്രോ ബാഗൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ എടുത്തുകൊണ്ട് ഉപകാരപ്പെടുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ഡ്രമ്മോ മറ്റുള്ള കാര്യങ്ങളൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ആയുസ് 2 വർഷമാണെങ്കിൽ 2 വർഷം വരെയൊക്കെ നമുക്ക് ഇത് നനച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ദ്രവിച്ചു പോകുന്നില്ല. നമ്മൾ കൂടുതൽ വെയിലുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ട് നനക്കാതൊക്കെ ഇരിക്കുമ്പോഴാണ് ഗ്രോ ബാഗൊക്കെ ദ്രവിച്ചു പോകുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ അടിഭാഗം ഒന്ന് കെട്ടിയെടുത്തു. ഇനി ആണ് അടുത്ത പണി. നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. ചാക്കിൻ്റെ അടിഭാഗം നന്നായി കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കെട്ടിയെടുത്ത ഭാഗം നമ്മൾ ഉള്ളിലേക്ക് നടക്കണം. ഇപ്പോൾ ഇതേ കണ്ടീഷനായിട്ടുണ്ട്. അടിഭാഗം നന്നായിട്ട് നിലത്തിരിക്കാനുള്ള ലെവലിൽ. സാധാരണ നമ്മൾ ചാക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല. ഇത് ക്ലിയറായിട്ട് ഇരിക്കും അതേ രീതിയിൽ. അതിന് ശേഷം ഇനി ഇതാ ഇപ്പോൾ നല്ല ആഴും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് പകുതി വെച്ച് മടക്കിയിട്ട് ഉള്ളിലേക്ക് ആക്കുകയാണ്. ഡബിൾ ലെയർ ആക്കി കൊടുക്കുകയാണ്. പകുതി ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് ഡബിളാക്കി എടുക്കുക. അപ്പോൾ സ്ട്രോങ് കൂടി കിട്ടും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പാകത്തിനുള്ള ഹൈറ്റായിട്ട് വരും ചെയ്യും. ഇതേ കണ്ടീഷനായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് ഈ കണ്ടീഷനായിട്ടുണ്ട്. നമ്മൾ പിടിക്കും വെക്കുന്ന വേണ്ട കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്ത് കുറച്ച് സാധനങ്ങളൊക്കെ നിറച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മുളക് തൈന് അതിൽ വെച്ച് കൊടുക്കണം. നമ്മൾ അടിഭാഗത്ത് കുറച്ച് മണ്ണും വളമൊക്കെ കൂടിയുള്ള പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇതിൽ മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊക്കാൻ വേണമെങ്കിൽ JCB ഒക്കെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഒരു ലെയർ മാത്രം കുറച്ച് മണ്ണും വളമൊക്കെ കൂടിയിട്ട് നമ്മളെ കമ്പോസ്റ്റ് വഴിയിൽ നിന്നെടുത്ത മണ്ണും മുട്ടത്തോട് അങ്ങനെയുള്ളൊക്കെ വളക്കൂട്ടാണ് മണ്ണ് കൂടിയത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് തീരെ വേണ്ട അതുണ്ട്. അപ്പോൾ ഇത് അത്രയും ഒരു ലെയർ നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി തീരെ ഇതിൽ മണ്ണ് ഉപയോഗിക്കുന്നില്ല. ഇനി നമ്മൾ പാഴ്വസ്തുക്കളാണ്, കരിയില അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഏതൊക്കെയാണ് കാണിച്ചു തരും ഓരോന്നോരോന്ന് വഴിക്ക് വഴി. അപ്പോൾ അത്രയും മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുളക് തൈനെടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചാക്കിനെ നല്ല പൊളിച്ചെടുക്കാം. വേരൊക്കെ നന്നായിട്ട് വേരൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. മുളക് ചെടി നമ്മൾ വിചാരിച്ചാലും വളർന്നു. സാധാരണ ഇത്രയൊന്നും വലിയ മരാവില്ല മുളക്. ഇത് ഏതൊരു വെറൈറ്റി വിത്ത് കിട്ടിയതാണ്. അല്ലേ ഇതേ രീതിയിൽ എടുത്തിട്ട് നമ്മൾ നല്ല വേര് കുടുങ്ങിയിട്ടുണ്ട്. നല്ല കൂടെ മുറിച്ചെടുക്കാം. വേര് കണ്ടില്ല വളരെ ഇനിയും വളരും കായ്ക്കൊക്കെ ചെയ്യും. അപ്പോൾ അതിന് വളരാൻ സൗകര്യമില്ലാത്ത കാരണം വേരൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അത് മെയിൻ വേരുള്ളതാ ഇവിടെയൊക്കെ വേരുണ്ട്. അപ്പോൾ ഇതിനെ മെല്ലെ എടുത്തിട്ട് നമ്മൾ ഈ വലിയ ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ ഇഷ്ടം പോലെ 4 ഭാഗത്തും സ്ഥലമുണ്ട്. അവിടെയൊക്കെ നമുക്ക് ചപ്പും ചവറും കരിയിലൊക്കെ നിറച്ച് കൊടുക്കാം. നമ്മളിതിലിടാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ മാതിരി പാഴ്വസ്തുക്കളാണ്. കരിയിലുണ്ട്, അതുപോലെ തന്നെ വാഴയുടെ കൈ ഉണങ്ങിയതുണ്ട്, പേപ്പറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ സൈഡിലൊക്കെ നല്ല നന്നായിട്ട് അപ്പോൾ വെയിറ്റ്ലെസ് ആവും. നന്നായിട്ട് വേരോട്ടം കിട്ടും. ചെടി നന്നായി വളരും. കുറച്ച് പേപ്പർ പീസൊക്കെ ഉണ്ട്. പേപ്പർ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നനവൊക്കെ വരുമ്പോൾ ആ ജലാംശം പിടിച്ചെടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ ചെടിക്ക് കളക്കം നിലനിർത്തും. ഇട്ടെടുത്തിട്ടുണ്ട്. അത് മതി. ഇനി ഇതാ കുറച്ച് കരിയില, ഉണങ്ങിയ കരിയില, ഉണങ്ങിയ എന്തോ വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാം ചെടി വെക്കാൻ.
പ്ലാസ്റ്റിക് വഴികളുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ചെടിയുടെ കടക്കിട്ട് കൊടുക്കാം. ഒക്കെ വളവണ സംഭവങ്ങളാണ്. കരിയിലയിലൊക്കെ ഇഷ്ടംപോലെ കാർബണും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതാ കുറച്ച് ചാണകപ്പൊടി അതുപോലെ തന്നെ ചകിരിച്ചോറും കൂടിയിട്ടുള്ള പോട്ടി മിക്സാണ്. അപ്പോൾ അതിട്ട് കൊടുക്കുകയാണ്. സൈഡിലൊക്കെ നന്നായിട്ട് ഇറക്കി കൊടുക്കുക. ചെടി ഒന്നും കൂടി ചാഞ്ഞിരിക്കുന്നുണ്ട്. ഈ രീതിയിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓവർ വെയിറ്റ് ഒന്നുമില്ല, നമുക്ക് പൊക്കിയെടുക്കാനുള്ള സംഭവം തന്നെ ഉള്ളൂ. ഇതാ നമ്മൾ 2-3 മാസം മുന്നേ ഇവിടെ കൊടുത്തിട്ട് ആനപ്പിണ്ടാണ്. അപ്പോൾ അത് ദ്രവിച്ചിട്ട് നല്ല വളം രൂപത്തിലായിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കടക്കിട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈർപ്പം നിലനിർത്താൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അല്ലേ. അപ്പോൾ ഇതിലെ രീതി വെച്ച് കൊടുക്കാം. നമുക്ക് ചകിരിച്ചോറുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചകിരിൻ്റെ നാളികേരത്തിൻ്റെ തൊണ്ടുണ്ടെങ്കിൽ ചകിരി ഉണ്ടെങ്കിൽ അതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ സ്റ്റോക്കില്ല. അപ്പോൾ തൽക്കാലം അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ചുകൂടി കരിയില. അപ്പോൾ ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇരട്ടി ഗുണമാണ് കേട്ടോ. നമ്മുടെ പരിസരത്തൊക്കെ കൂടി കിടക്കുന്ന ചപ്പ് ചവറ് അതുപോലെ തന്നെ ഉണങ്ങിയ ഇല അതൊക്കെ നമ്മുടെ ചെടികൾക്ക് വളമാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്നത് മഴക്കാലമാണ്. അപ്പോൾ മഴക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വെള്ളമൊക്കെ കെട്ടി നിന്നിട്ട് അല്ലെങ്കിൽ ഈർപ്പൊക്കെ നിലനിന്നിട്ട് അവിടെ ഇവിടെ കൊതുക് വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ചെടിയുടെ കടക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്താൽ മതി. വെള്ളം കെട്ടി നിൽക്കാനുള്ള ലെവലിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതേ രീതിയിൽ ഇതൊക്കെ ഇനിയിപ്പോൾ ഒരാഴ്ച കൊണ്ട് നമ്മളെല്ലാം കുതിർന്ന് അതായിട്ട് വളമൊക്കെയായി മാറി നമ്മുടെ ചെടിയുടെ കടക്ക നല്ല സെറ്റായിട്ടുള്ള ജൈവവളമായി മാറും അല്ലേ. അപ്പോൾ അത്തരത്തിൽ ആ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ മുളക് തൈ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വലിയൊരു ഗ്രോ ബാഗിലേക്ക് ആക്കി കൊടുത്തു. നേരത്തെ പറഞ്ഞ മാതിരി കൂടുതൽ നനക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം നനച്ചാൽ മതി. അതിന് ശേഷം ആ മുകളിൽ ഒരു ലെയർ ചെറുതായിട്ട് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഒതുക്കം കിട്ടാൻ വേണ്ടിയിട്ട്. കൂടുതലും ഇട്ട് കൊടുക്കുന്നില്ല, ഒരു ചെറിയൊരു പാളി പോലെ അതിനൊന്ന് മണ്ണിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെടിയേക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് മണ്ണില്ലാത്തവർക്കും കൃഷി ചെയ്യാം. അതുപോലെ തന്നെ ചട്ടിയും പാത്രമൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ കാലിച്ചാക്കൊണ്ടൊക്കെ ഗ്രോ ബാഗ് ഉണ്ടാക്കി കൃഷി ചെയ്യാം. ഒരു പൈസയും മുടക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഗ്രോ ബാഗോ പോട്ടി മിക്സോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ നമ്മൾ മുളക് ചെടീനെ ക്ലിയറാക്കി വെച്ചു. ഇത്രയും വലിയ ചാക്കിൽ നമുക്ക് നിറച്ചിട്ടത് ഈസി ആയിട്ട് നമുക്ക് പൊക്കിയെടുക്കാനുള്ള വെയിറ്റ് ഉള്ളൂ. പിന്നെ ഇത് സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്തോട്ട് നിൽക്കുകയാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ മാതിരി വളരെ കുറച്ച് മാത്രം വെള്ളം കൊടുത്താൽ മതി. ചപ്പും ചവറും ഇലയൊക്കെ ആവുകൊണ്ട് കൂടുതൽ കുതിർന്ന് വെള്ളം കെട്ടി നിൽക്കൊന്നും വേണ്ട. ആവശ്യത്തിന് മാത്രം വെള്ളം ഒരു 2-3 പ്രാവശ്യം കുറേശ്ശെ തെളിച്ച് കൊടുക്കുക. ഇത്രയുള്ള സംഭവം. അപ്പോൾ നമുക്ക് ആർക്കും ഇതേപോലെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഒരുപാട് പൈസ ഒന്നും മുടക്കണ്ട. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ, ഒരു പൈസ മുടക്കാതെ നമുക്ക് ഗ്രോ ബാഗ് അടക്കം ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ചപ്പും ചവറൊക്കെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ പുതിയ തൈകളും വളർത്തിയെടുക്കുക, അതുപോലെ തന്നെ തൈകൾ മാറ്റി വെക്കാനൊക്കെ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുമ്പോഴേക്കും ബൈ.